ഷെഫ് ടൂമിൻ്റെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചിക്കൻ്റെ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ ചുക്കിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ചുക്ക തയ്യാറാക്കാനായിട്ട് വിത്ത് ബോണായിട്ടുള്ള ചിക്കൻ എടുത്തു. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തു, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, അല്പം ജീരകത്തിൻ്റെ പൊടി, അല്പം കുരുമുളകിൻ്റെ പൊടി, അല്പം ഗരം മസാല, ഒരു 1/4 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂണോളം തൈര്. നമ്മളൊരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ശരിക്കും മസാല നമ്മൾ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒനിയൻ നമ്മൾ ഫ്രൈ ചെയ്യാണ്. അതിനായിട്ട് വളരെ തിൻ പീസായിട്ടാണ് നമ്മൾ സവോള കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരുവിധം ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റാണ്. നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ തന്നെ നമ്മളതിനെ ഫ്രൈ ചെയ്ത് മാറ്റണം. ഇനി നമ്മൾ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് അല്പം ചോപ്പ് ചെയ്തിട്ടുള്ള ഒനിയൻ ഇടണമെന്നില്ല, ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മസാലയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് അല്പം ഒനിയൻ ഇട്ട് കൊടുത്തു. അതിലേക്ക് തക്കാളി, നമ്മൾ ചെറിയ സൈസിലുള്ള 2 തക്കാളി നമ്മൾ ഫൈൻ ചോപ്പായിട്ട് ഇട്ട് കൊടുത്തു. അത് പേസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്തു. അല്പം കറിവേപ്പിലയും റെഡ് ചില്ലിയും, അത് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ല രീതിയിൽ സോട്ട് ചെയ്യുക. അത് ശരിക്കും സോട്ടായി വന്നതിന് ശേഷം മാത്രമേ ഇതിൽ മസാല ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. മസാല നമ്മൾ ഇടുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, ചിക്കൻ നമ്മൾ ഓൾറെഡി മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം മസാല ഇടാൻ. ആ മസാലക്കുത്ത് പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ശരിക്കും തക്കാളിയുടെ പുളിരസം എല്ലാം പോയി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഗ്രേവി. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചിട്ടാണ് അല്പം നേരം ബോയിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ വെള്ളം ശരിക്കും ഇതിലേക്ക് ഇറങ്ങും. ഇനി ഇതിലേക്ക് നമ്മൾ ബ്രൗൺ കളറിൽ നല്ല അടിപൊളിയായിട്ട് ക്രഞ്ചി ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില നമ്മൾ ഇട്ട് കൊടുത്തു. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ശരിക്കും മസാലയെല്ലാം ചിക്കനിലേക്ക് ശരിക്കും പിടിച്ചു. സവാളയിലേക്കും ചിക്കനിലേക്കും എല്ലാ മസാലയും ശരിക്കും പിടിച്ചു. ഇനി ഇത് നമ്മൾ അല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും, ഇത് നമ്മൾ മെയിനായിട്ട് ഇട്ട് കൊടുക്കേണ്ട 2 ഇൻഗ്രീഡിയൻ്റാണ് ചിക്കൻ ചുക്കിക്ക്. എന്നിട്ട് നമ്മൾ അല്പം വെള്ളം ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫയർ കൂട്ടിയിട്ടാണ് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. ആ ഒരു കോട്ടിങ്ങും ഗ്ലേസിങ്ങും എല്ലാം ശരിക്കും കിട്ടാനായിട്ടാണ് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ പരമാവധി തീയിലിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ചിക്കൻ ശരിക്കും കുക്കായി വന്നിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ചുക്ക നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ അല്പം കൂടി ഉപ്പ് ഒഴിച്ച് കൊടുത്തു. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അപ്പം നെയ്യ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വല്ലാത്തൊരു ഫ്ലേവറും ടേസ്റ്റും തരും. നമ്മൾ മസ്റ്റായിട്ട് നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് തന്നെ ട്രൈ ചെയ്യുക. അപ്പം നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഒനിയൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു പേര് വരാൻ തന്നെ കാര്യം, ഇത് ശരിക്കും ഡ്രൈ ആയിട്ടുള്ള ഐറ്റാണ്. ഇത് ശരിക്കും ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സെമി ഗ്രേവി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഈ 2 രീതിയിലാണ് വേണം ചിക്കൻ ചുക്ക ചെയ്യാൻ. ഒരിക്കലും ഗ്രേവി ആയിട്ട് ചെയ്യരുത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റുള്ള ഐറ്റാണ്. ഈ സവാള നമ്മൾ വളരെ ഫൈനായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഈ ചിക്കനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ മസാലയുടെ ഒരു കോട്ടിങ് എക്സ്ട്രാ ഇതിന് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ശരിക്കും ഈ സവാളയുടെ ടേസ്റ്റ് വളരെ വലുതാണ് ഈ ചിക്കന് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യുക.